പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തില് കർത്താവിനെ കുറിച്ചുള്ള യെശയ്യാ ദീർഘദർശിയുടെ ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കാണുന്നത്. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരിക്കെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ വിജാതീയർ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. അടിവരയിട്ട് വായിക്കണം. നമ്മൾ വിചാരിക്കണത് തമ്പുരാൻ ഇടപെടില്ലെന്നാണ്. പ്രയാസങ്ങളുടെ നേരത്ത്, ബുദ്ധിമുട്ടുകളുടെ നേരത്ത് നമ്മളെ സംരക്ഷിക്കാൻ വരുന്ന കർത്താവിനെ കുറിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ്. മറ്റുള്ള മനുഷ്യരുടെ അനീതി നിറഞ്ഞ പ്രവൃത്തികൾ മൂലം വേദനിക്കുന്ന മനുഷ്യർക്ക് കർത്താവ് താങ്ങും തണലുമാകുമെന്ന് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വായിക്കുന്നുണ്ട്. അവർക്കെതിരായിട്ട് അനീതി ചിന്തിക്കുക ചെയ്യുന്ന മനുഷ്യരെ പോലും കർത്താവ് ഇങ്ങനെ നേരിടുമെന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ പോകേണ്ടത് കർത്താവിന് നന്ദി അർപ്പിച്ചിട്ടാണെന്ന് നന്മ മാത്രം ഉള്ളിൽ കരുതിയിട്ടാവണമെന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു തരും. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനം കേട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ വചനത്തിലൂടെ തമ്പുരാൻ നമുക്ക് തരുന്നുണ്ട്. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അവിടത്തോടുള്ള കൃതജ്ഞതയാണ്. തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്തുള്ള നന്ദിയാണ്. നാളെ എന്ത് നന്മ ചെയ്യാമെന്നുള്ള ഓർമ്മയാണ്. അതിന് പകരമായിട്ട് ദുരുപായങ്ങൾ ആലോചിക്കുന്നവര്, തിന്മ നിരൂപിക്കുന്നവര്, അവർക്ക് ദുരിതം എന്നാ പറയണേ. വചനം പറയുന്നുണ്ട്, കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു, അവർ വയലുകൾ മോഹിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവ പിടിച്ചടക്കുന്നു. പ്രയാസപ്പെടുന്നവരെ, ദാരിദ്ര്യമുള്ളവർ, ദരിദ്രരായവരെ, ബലഹീനരായവരൊക്കെ അവർ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു, അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് കഷ്ടപ്പെടണത് മുഴുവൻ? കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ആലോചിക്കുന്നത്? കുടുംബം എങ്ങനെയാണ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ ആലോചനകൾ മുഴുവൻ? ഈ കുടുംബത്തെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കാണിച്ചു കൂട്ടലുകളെല്ലാം? അത് മറ്റുള്ളവരുടെ ദുരിതങ്ങൾ നോക്കുക പോലും ഇല്ല. എൻ്റെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് ആരെ പറ്റിച്ചിട്ടായാലും, ആരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടായാലും എന്നൊക്കെ ആലോചിക്കുന്ന മനുഷ്യർക്കുള്ള താക്കീതാണ് ഇന്നത്തെ വചനം, ഇന്നത്തെ ഒന്നാമത്തെ വായന. സുവിശേഷത്തിൽ അങ്ങനെ ബാധിക്കപ്പെട്ട മനുഷ്യർക്കുള്ള പ്രത്യാശയുടെ സുവിശേഷമാണ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തുള്ളതാണെങ്കിലും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് നാളെ ചെയ്യേണ്ട നന്മകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണെങ്കിൽ തമ്പുരാൻ്റെ വലിയ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാവും. നേരെ മറിച്ച് നാളെ ചെയ്തു കൂട്ടേണ്ട എത്രയോ മനുഷ്യരുണ്ടെന്നറിയാവോ? നാളത്തെയും അടുത്ത ദിവസങ്ങളിലേക്കുമായിട്ടുള്ള പ്ലാനും പദ്ധതിയും നടത്തുമ്പോൾ എത്ര പേരെ ദ്രോഹിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ കണക്ക് കൂട്ടി വെക്കുന്നവരെ. നാളെ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് പോലും ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ചിലർ കിടന്നുറങ്ങാൻ പോണേ. അവരെ മുറിപ്പെടുത്തുന്ന, അവരെ തളർത്തിക്കളയുന്ന, അവരെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നാളത്തേക്ക് ഒരുക്കി വെച്ചിട്ട് ഒരാൾ കിടന്നുറങ്ങാൻ പോണതിന് എത്ര ക്രൂരത നിറഞ്ഞതായിരിക്കും ആ ഹൃദയം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹം കിട്ടേണ്ട കുടുംബത്തിന് സ്വർഗത്തിൽ നിന്നുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വചനം അവസാനിക്കുന്നത്, നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. നേരത്തെ നമ്മൾ വായിച്ചു, നിങ്ങളുടെ ഭവനത്തിന്, നിങ്ങളുടെ ഭവനത്തിനെതിരായി ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരും ഉണ്ടായിരിക്കില്ല. ഒരു കാര്യവും ഫേവറബിളായിട്ട് സംഭവിക്കില്ലെന്നാണ് ഓർമ്മപ്പെടുത്തലേ. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർക്ക് കർത്താവിൻ്റെ വലിയ ക്രോധം നിറഞ്ഞ മുഖം ദർശിക്കേണ്ടി വരും. എന്നാൽ ഇവരിൽ നിന്ന് വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ നിലവിളിയാണ് നമ്മൾ പ്രതിവചന സങ്കീർത്തനത്തിൽ കാണുന്നത്. ദൈവമേ, അവിടെ നിന്ന് കരമുയർത്തണമേ, പീഡിതരെ മറക്കരുതേ.
തൻ്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവർക്കെതിരായി കരമുയർത്തി നിൽക്കുന്ന കർത്താവിനെ നോക്കി വേദനിക്കുന്നവൻ്റെ, പീഡിപ്പിക്കപ്പെട്ടവൻ്റെ, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടവൻ്റെ, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നവൻ്റെ നിലവിളിയാണത്. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ, പീഡിതരെ മറക്കരുത്. മറക്കില്ല എന്നുള്ള വാഗ്ദാനമാണ് തിരുവചനത്തിൽ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് അവരെ എല്ലാം സുഖപ്പെടുത്തി കടന്നു പോകുന്ന കാഴ്ച കാണും. ഒരുപാട് പേരെ ഈശോ സുഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വചനം പറയും, ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. കർത്താവ് വന്നാൽ അതിന് വേണ്ടിയിട്ടാണ്, പീഡിതർക്ക് ആശ്വാസവും സംരക്ഷണവും നൽകാൻ വേണ്ടിയിട്ട്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കവചമായി നിൽക്കാൻ വേണ്ടിയിട്ട്, അവരെ ഉപദ്രവിക്കുന്നവരുടെ മേൽ കരമുയർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് വചനം പറയുന്നുണ്ട്, നമ്മൾ ആദ്യം വായിച്ചു കേട്ട വചനം, അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചു. ഉപദ്രവിക്കപ്പെട്ടവരാണെങ്കിൽ, വല്ലാതെ ബാധിക്കപ്പെട്ടവരാണെങ്കിൽ, നീതി നടത്തി കിട്ടുന്നില്ല എന്ന് പരാതിയുള്ളവരാണെങ്കിൽ, എന്താണ് ലൈഫ് എന്നോട് ഇങ്ങനെ അൺഫെയർ ആയിട്ട് നിൽക്കുന്നതെന്നുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ കർത്താവിൽ ആശ്രയം വെക്കി പ്രാർത്ഥനയൊന്നേറ്റു ചൊല്ലു. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ, പീഡിതരെ മറക്കരുതേ. ഇനിയിപ്പോൾ തിന്മ നിരൂപിച്ച് കിടക്കയിലേക്ക് പോകുന്നവരാണെങ്കിൽ, നാളത്തേക്കുള്ള തിന്മകൾ ഇപ്പോഴേ വിചാരിച്ച് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ വലിയ താക്കീത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കെതിരായി, നിൻ്റെ ഭവനത്തിനെതിരായി ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. തമ്പുരാനെ, ആശീർവാദവും ശാപവും അങ്ങ് മുൻപിൽ വെച്ചിരിക്കുകയാണ്. വചനം പറയണതാണ്, നിൻ്റെ മുൻപിൽ മരണവും ജീവനും, നന്മയും തിന്മവും, അനുഗ്രഹവും ശാപവും ഞാൻ വെച്ചിരിക്കുന്നു. ഈശോയെ, അങ്ങ് വെച്ചിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള അനുഗ്രഹം തരണമേ. അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുവാൻ മാത്രമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മേലായിരിക്കാം. ആശീർവാദം ചെയ്യും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാനെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരമുയർത്തണമേ. പീഡിപ്പിക്കപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മനസ്സുകൾക്ക് ആശ്വാസമായി അങ്ങ് കടന്നു വരണമേ. ഈ രാത്രിയിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയോടും കൂടെ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിലനിൽക്കുന്നുവെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഞങ്ങളുടെ ഉള്ളിൽ നൽകണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,